അല്ല ബ്രോ ഈ മാസ്ക് ഇട്ട ബ്രോ താല്പര്യമില്ല. ബ്ലാക്ക് മാസ്ക് പേരെന്താ? എന്റെ പേര് എന്തിനാ അറിയുന്ന നിങ്ങള്? ബ്രോ ഞാൻ പേരല്ലേ ചോദിച്ചുള്ളൂ. ബ്രോ തിളക്കിയത് എന്തിനാ? ആരാ തിളച്ചേ? ബ്രോ പേരെന്ന് പറഞ്ഞൂടെ? എന്റെ പേര് ബ്രോയുടെ പേരെന്താ? അതെ അതെ അവരത്തെ ശരിയാണ് ശരിയാണ് ശരിയാണ്. അതാണ് അതാണ് പേര് പോലും പറയാൻ പിന്നെ പറഞ്ഞില്ലെങ്കിൽ എന്ത് ഏത് വേണോ അത്? പറയാൻ പറ്റില്ല. വലിയ വേണമാണ് അത് മൈൻഡ് ആക്കണ്ട. പ്രശ്നമില്ല. പേരെന്ന് പറഞ്ഞൂടെ? എടാ എടാ അത് പേര് പറഞ്ഞു കൊടുറാ, പേര് പറഞ്ഞു വിട്. നിന്റെ പേരെന്താണ്? എന്റെ പേര് ഡ്രേക്ക്. ഓക്കെ ഓക്കെ, നല്ല പേര്. വണ്ടി എടുത്ത് വിട്ടോ എന്നാ. എന്താ ബ്രോ? എന്നാ പൊക്കോളെ കേട്ടില്ലേ? എടുത്ത് വിടണോ വേണ്ടെന്നൊക്കെ ഞാൻ നോക്കിക്കോളാം ബ്രോ. വിടിപ്പിക്കണോ ഇപ്പൊ? വിടിപ്പിച്ചൊന്ന് കാണിച്ചേ നീ. അത്രയ്ക്ക് മാസാണ്. നല്ല മാസാണല്ലോ ബ്രോ. വെറുതെ കൈ നോക്കിക്കോ ബ്രോ. നിന്റെ വണ്ടി ഏതാണ്? നിന്റെ വണ്ടി ഫാൽക്കൺ വിടറാ. നിന്റെ വണ്ടി ഏതാണ്? വേണ്ട വേണ്ട വേണ്ട. എടാ എടാ കണ്ടി വണ്ടി എടുത്ത് പോകുന്നു. വണ്ടി കയറ്. എടാ വണ്ടി ഏതാടാ നിന്റെ? എടാ നിന്റെ വണ്ടി ഏത് കൊണക്കുന്ന? നീ വണ്ടി നീ ഏതാ? താളം പല താളം വിടും, കേട്ടോണ്ടിരുന്നാ മതി. മനസ്സിലായില്ലേ? കേട്ടോണ്ടിരിക്കാൻ പറ്റൂലെങ്കിൽ ചെവി കുത്തിരിച്ച് പറയേണ്ട ആവശ്യമില്ലടാ. എനിക്ക് ഇതിന്റെ പറയേണ്ട ആവശ്യമില്ലടാ മുന്നേ. ഇതാ കണ്ടി എടുത്തോ. അവനങ്ങ് എടുത്തോ. അവനങ്ങ് അവിടെ പയ്യെ പൊക്കിക്കോ. എന്റെ പൊന്നു പറഞ്ഞ എല്ലാവരുടെയും പേര് എനിക്ക് അറിഞ്ഞുകൂടാ. മനസ്സിലായ? അതാ പറഞ്ഞത് കണ്ടീന്ന് വിളിക്കുന്നത് ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് വിളിക്കും. അതിപ്പോ ഏതോ വിളിച്ച സ്ഥിതിക്ക് നമുക്ക് പോവാം. ഇപ്പൊ നീ വിളിച്ച സ്ഥിതിക്ക് നമുക്ക് പോവാം. വാ വണ്ടി കയറി. ഇവന്റെ കൈ കയറിക്കോ. ഫാൽക്ക എടുത്തോടാ. അതൊക്കെ എന്ത് മജയ്ക്ക് സംസാരിക്കുമ്പോ ആദ്യം അവന്റെ ഞാൻ മിണ്ടത്തില്ലായിരുന്നു ബ്രോ. നീ ആദ്യം വന്ന് കൊണ രീതി പേര് ചോദിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? അവസാനം വന്ന് താങ്ങല്ല. എത്ര ഉള്ളു എനിക്ക് ഇതെല്ലാം ഞാൻ തരാം. ഇതെല്ലാം ഇവന്റെ പേരെന്താ? ഗ്യാങ് ഏതായിരുന്നു? എടാ ഇതേതാ ഗ്യാങ്? ഇതേതാ ഗ്യാങ്? TPയോ? ഒരു നല്ല ബന്ധത്തിൽ നിൽക്കും, അത്രേ ഉള്ളൂ. മാൽപ്രോ? ഇത് TG ആണോ? അല്ലേ? അല്ല ബ്രോ, അവൻ പുറത്ത് തിരക്കിലായിരിക്കും. വിളിക്കണ്ട ആൾക്കാരൊക്കെ തിരക്കിലേ ഉള്ളി. എനിക്ക് നിന്നെ പോലെ തിരക്കൊന്നുമില്ല. നീ കണ്ടി സോൾവ് ചെയ്യാൻ പറ്റില്ല. നീ ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ. നമ്മള് ബ്രോനെ കക്കൂസ് ഒന്നും കഴിക്കത്തില്ല. ബ്രോന് ഇപ്പൊ എന്താണ് വേണ്ടത്? ബ്രോനെ നമ്മള് വെറുതെ വിടണോ? ബ്രോ ഞാനൊരു കാര്യം പറയട്ടെ. അല്ല ബ്രോന് ഇപ്പൊ എന്താണ് നീ ഇവിടെ ആരുമില്ല. നീ താളം വിടണ്ട. എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞ ഗൈസ്, എനിക്കാണെങ്കിൽ ഈ കിടന്ന് വേളം വെക്കാനൊന്നും വയ്യ. പണ്ടത്തെ പോലെ മനസ്സിലായ പിള്ളേര് വേളം വെക്കട്ടെ. ഞാൻ ചോദിക്കുന്നത് ബ്രോയിന് ഇപ്പൊ വെറുതെ വിട്ട് കഴിഞ്ഞാൽ ബ്രോ നമ്മളെ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ ബ്രോ പൊക്കോളോ? എടാ നീയൊക്കെ ഇങ്ങോട്ട് കാണിച്ചുള്ള ഞാൻ എന്തായാലും തരും. എനിക്കൊക്കെ എന്തായാലും തരും. ബ്രോ പൊക്കോ. ബ്രോ തരുമ്പോ അങ്ങനെ സമയത്ത് വന്നാൽ എന്തൊക്കെയാ
തരും അല്ല അവൻ തരട്ടെ എനിക്കാണെങ്കിൽ ചിരി വരുന്നേ. പറഞ്ഞിട്ട് അവൻ സമയമാകുമ്പോ തരുമെന്നൊക്കെ പറഞ്ഞു. അവനെ ആ എന്നാ തരട്ടെ. പറഞ്ഞിട്ട് ഇല്ല ബ്രോ അതിനെ ആരും ഇടിക്കല്ലേ എന്റെ ബ്രോ പേരെന്തായിരുന്നു നിന്റെ? ഹലോ ബ്രേക്ക് പോയാ? പുറത്ത് ബ്രേക്ക് സംഭവം എന്ന് വെച്ചാലേ ഇതാ മറ്റേ എനിക്ക് നിങ്ങളെ പോലെ പുറത്തൊന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ. വന്ന് അപ്പൊ ഓക്കെ ബ്രേക്ക് നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. എന്റെ ഭാഗത്തുള്ള തെറ്റാണ്. ബ്രേക്കിന് ഞാൻ എന്തോ പറഞ്ഞില്ലേ ബ്രോ, പേടിച്ചിട്ടാണ്. സോറി ബ്രേക്ക്. പിന്നെ ചോദിക്കാനുള്ളത് ഈ വഴി ഒന്ന് ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ വൈകിട്ടും ചോദിക്കുക, ആ വഴി ഇങ്ങോട്ട് വന്നാൽ മതി. ഓക്കെ ബ്രോ പറഞ്ഞില്ലേ? ഓക്കെ ഞാൻ ബ്രോയോട് പറഞ്ഞില്ലേ ഇനി വേറെ സംസാരമൊന്നും വേണ്ട, നമുക്ക് വേറെ സംസാരമൊന്നും വേണ്ട ബ്രോ. ഞാൻ പറഞ്ഞില്ലേ ബ്രോയ്ക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇതുകൊണ്ട് ആ വഴി ഇങ്ങോട്ട് വന്നാ മതി. അറിയാലോ സംഭവം ശരി. അല്ല ബ്രോ ഒരു മര്യാദക്ക് സംസാരിച്ചില്ലേ? എനിക്ക് ഇതിന്റെ അപ്പുറം മര്യാദ കേട്ടായിട്ട് സംസാരിക്കാൻ അറിയാം. മനസ്സിലായതാ ബ്രോ? എന്തോ സംസാരിച്ചോ? നീ എന്തോ പറഞ്ഞ താങ്ങി വരും. താങ്ങേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ, ആർക്കും താങ്ങേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? ബ്രോ നീ എവിടെ നീ പിന്നെ എവിടെ എന്തിനാ സോൾവ് ആക്കാൻ പറഞ്ഞേ? എനിക്ക് മനസ്സിലായില്ല. ബ്രോ അപ്പൊ അതുകൊണ്ട് കൂടുതൽ ഡയലോഗ് അടിക്കാതെ ഇപ്പൊ എന്റെ ഒരു മര്യാദയുടെ ലിമിറ്റ് ഞാൻ ഇപ്പൊ പറയാണ്. ഇപ്പൊ മാക്കിന് അറിയോ ഇല്ലേ? എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനാണ് ഇപ്പൊ നിൽക്കുന്നത്. മനസ്സിലായല്ല? ഞാനാണ് ഇപ്പൊ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. ഇപ്പൊ എന്റെ അടുത്ത് നിന്ന് എന്റെ പേര് കുറിപ്പിട്. ഇനി എന്റെ അടുത്ത് ഇപ്പൊ ഇവിടെ നിന്ന് ആര് കൊണച്ചാലും ഇപ്പൊ ഞാൻ വിടാൻ പോണില്ല. അതിനിപ്പോ ആര് പറഞ്ഞാല് നിനക്ക് മനസ്സിലായല്ല? അപ്പൊ അത്രേ ഉള്ളു. ഞാൻ വേറെ ഒന്നും പറയല്ല ബ്രോ, വേറെ ഒന്നും കൊണ്ട് പറയല്ല. ഇപ്പൊ എന്റെ അടുത്ത് ആര് കൊണച്ചാലും ഞാൻ അത് വിടാൻ പോണില്ല. എന്റെ മനസ്സിൽ കയറിയ അപ്പൊ അത്രേ ഉള്ളു. ബ്രോയ്ക്ക് ഇപ്പൊ ഞാനും ബ്രോയായിട്ട് കൊണച്ചു. ഇപ്പൊ നമുക്ക് ഇപ്പൊ എന്തെങ്കിലും സിറ്റുവേഷൻ കാണും. ബ്രോയിന് ഇപ്പൊ ഞാൻ വിടെയാണ്. ഇവിടെ വെച്ച് ഇവിടെ വേറെ ഹോസ്റ്റേജ് RP ഒന്നുമില്ല. ബ്രോയ്ക്ക് ഇപ്പൊ വണ്ടി വിളിച്ചു പോവാം. അതെ, ബ്രോയിനെ കക്കൂസ് കഴിക്കുന്നതിൽ നമുക്ക് സന്തോഷമൊന്നും പ്രത്യേകിച്ച് കിട്ടാനൊന്നുമില്ല. അതുകൊണ്ടാണ് ബ്രോയിനെ ഹോസ്റ്റേജ് ആക്കണമെന്ന് വിചാരിച്ചതും അല്ല. അതുകൊണ്ട് ബ്രോ കണ്ടീന്ന് വിളിക്കണം ബ്രോ. എനിക്ക് അന്ന് നീ അപ്പൊ ശരി ബ്രോ, അപ്പൊ വിളിച്ചോ. ഓക്കെ ബ്രോ. ഇപ്പൊ എന്തായാലും വിളിച്ചില്ലേ? ഇപ്പൊ വിളിച്ച സ്ഥിതിക്ക് ബ്രോ ഇപ്പൊ ഇറങ്ങിക്കോ, ഗ്യാങ് ഹൗസിൽ നിന്ന് ഇറങ്ങിക്കോ. വിട്ടോ, വണ്ടി എടുത്ത് പോയിട്ട് പോട്ടെ വണ്ടി എടുത്ത് പോട്ടെ. എന്ത് താളം അടിക്കാനല്ലേ ഇറങ്ങാനാണ് പറഞ്ഞത്. മാസം ഒന്നും വേണ്ട ബ്രോ. കൊല്ലൊന്നൊന്നുമില്ല. ഞാൻ കൊല്ലത്തില്ല. ഞാൻ കൊല്ലുവോ? എനിക്കാണെങ്കിൽ ഞാൻ എടുത്തതാണ്. ഇവന്മാർ ചുമ്മാ പേര് നീ ഒരു കൊണോന്ന് പറഞ്ഞ താളം അടിച്ച് നിൽക്കില്ലേ? പേടിയാണോ? ചിലവന്മാരൊക്കെ ഒന്ന് പേര് പറയാൻ പേടിയായിരിക്കും എന്നാണ് അവൻ പറഞ്ഞത്. അവ അങ്ങനെ പറഞ്ഞോണ്ടാണ് അവ എടുത്ത് ഇപ്പൊ നിന്നോട് ഒന്ന് പേര് ചോദിക്കാം. ഇപ്പൊ പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു വിട്ട. അപ്പൊ പോണം. അപ്പൊ അടുത്ത ഡയലോഗ് അടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാ പേര് പറയാൻ പേടിയായിരിക്കും. അങ്ങനെ കേട്ടോണ്ടൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല ഇവിടെ ആരും. അത് ഞാൻ നിൽക്കുന്ന സമയത്ത് ഒരു ഡാഷ് മക്കളും അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അലക്സേ മുത്തേ അടിക്കാൻ തുള്ളിച്ചാടി വന്നല്ലേ അവനെ പറഞ്ഞിട്ട് പോട്ട്. പേര് പറഞ്ഞിട്ട് എന്നാ ബ്രോ പൊക്കോ. അപ്പൊ ഞാൻ പറഞ്ഞ അന്നാ വണ്ടി എടുത്ത് പൊക്കോന്ന് പറഞ്ഞ്. എന്തോ ബ്രോ കേട്ടില്ല. അവര് കണ്ടിട്ട് അവന് ഒരു താങ്ങല്ലേ? എന്ത് താങ്ങി അവന് താങ്ങിയത് നമ്മളെ സോറി പറയാൻ ചെല്ലും. ലോജിക്ക് മനസ്സിലായില്ല. ഞാൻ പുറത്ത് ഇനി വേറെ ഹെയ്റ്റ് ഒന്നും സ്പ്രെഡ് ചെയ്യുന്നതല്ല. അല്ലെ ഇവിടെ പറഞ്ഞാണ്. ഇവ ഇവിടുന്ന് ഇറങ്ങി പോയല്ലേ ഇതേ. ഓനിന് വേണം ആളെ വിളിച്ചിട്ട് ഇനീഷ്യൽ അടിച്ചൂടെ? ഹോസ്റ്റേജ് ഇട്ടിട്ടില്ലല്ലോ. അപ്പൊ ഓന് വേണമെങ്കിൽ വിളിച്ച് കേറ്റിട്ട് ഇപ്പൊ ഓറ് കേറുന്നുണ്ട്, നമ്മളും കേറ്റണേ. ആള് കേറുന്നുണ്ട്, കേറിക്കോ, അടിക്കാം. വേറെ മൈൻഡ് ഒന്നും ഇല്ല.